EMS ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം വീട് ലഭിച്ച 30 കുടുംബങ്ങളുടെ വീട് പൊളിച്ച് കുടിയിറക്കാൻ സർക്കാർ ഉത്തരവ്. പത്തനംതിട്ട ഏഴംകുളത്ത് കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഒരാഴ്ചയ്ക്കകം വീട് പൊളിച്ച് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വയ്യാത്തവർ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. ആവതുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, വയസ്സ് എന്നവരുമുണ്ട്. ഇവരെല്ലാവരും ഈ സർക്കാർ കൊന്നൊടുക്കണം. കൊന്നൊടുക്കിയിട്ട് വേണം ഞങ്ങളുടെ ദേഹത്തൂടെ വണ്ടി കയറ്റി ഞങ്ങളെ കൊന്നിട്ട് വേണം ഈ വീട് പൊളിച്ച് മാറ്റാനെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അന്നൊന്ന് പോയി കൂലി വേല ചെയ്തിട്ട് വന്ന് അന്തി ഉറങ്ങുന്ന കൂരകളാണ് ഇപ്പോൾ 7 ദിവസത്തിനകം ഇവർ പൊളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ നോട്ടീസ് കൊണ്ട് തന്നിരിക്കുന്നത്. കയറിക്കിടന്ന വീടും ചവിട്ടി നിന്ന ഭൂമിയും കൈവിട്ടു പോകുമ്പോൾ ആരും പറഞ്ഞു പോകും ഇങ്ങനെയൊക്കെ. ഒരു സർക്കാർ പദ്ധതിയിലൂടെ കിട്ടിയ വീട് മറ്റൊരു സർക്കാർ പദ്ധതിക്ക് വേണ്ടി പൊളിക്കേണ്ടി വരിക താങ്ങാവുന്നതിലും അപ്പുറമുള്ള വേദനയാണ് സർക്കാർ ഈ പാവങ്ങൾക്ക് സമ്മാനിക്കുന്നത്. 25 വർഷത്തിലധികമായി 30 കുടുംബങ്ങൾ ഇവിടെ താമസമാരംഭിച്ചിട്ട് 2007 സംസ്ഥാന സർക്കാർ തന്നെ ഇവർക്ക് കൈവശാവകാശ രേഖയും നൽകി. തുടർന്ന് EMS ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം വീടും ലഭിച്ചു. പലരും വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് പലിശയ്ക്ക് പണമെടുത്തും കടം മേടിച്ചുമായിരുന്നു. ആ കടം തീർക്കും മുമ്പേ വീട് പൊളിക്കുമെന്ന സർക്കാരിന്റെ അന്ത്യശാസനം എത്തിയിരിക്കുന്നു. സർക്കാരിന്റെ നോട്ടീസ് കണ്ടതോടെ പകച്ചിരിക്കുകയാണ് ഈ പാവങ്ങൾ. ഇറക്കിവിട്ടാൽ പോകാൻ മറ്റൊരിടമില്ല. അതുകൊണ്ട് തന്നെ എതിർക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിക്ക് ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കുടിയിറക്കൽ എന്നാണ് നോട്ടീസ് കൊടുക്കാനെത്തിയ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. ഒരു കൂട്ടരെ ഇറക്കിവിട്ട് മറ്റൊരു കൂട്ടർക്ക് ഭൂമി കണ്ടെത്തുന്ന സർക്കാർ നടപടി ഇതിനോടകം തന്നെ വിവാദമായിരിക്കുകയാണ്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.